പാഠം 310 പ്രണയത്തിന്റെ വഴികൾ. പ്രണയിച്ചൊളിച്ചോടിപ്പോയ യുവതി യുവാക്കളെ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി. പക്ഷേ കോടതിയിൽ ഹാജരാക്കിയ യുവതിയും യുവാവും തങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കാനും മാതാപിതാക്കൾ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനും ഉത്തരവായി. കഷ്ടം. സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചു പോയ മക്കൾ, ഇവരൊക്കെ ചൂരിലടിക്കണം. ആരെയും മോഹനയുടെ ചൂരിലടിക്കണ്ടേ? നീ നോക്ക് ഭാമ, ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയും കൂടി വീട്ടുകാരെ ധിക്കരിച്ച് ഒളിച്ചോടി പോയിരിക്കുന്നു. അത്രയുള്ള കാര്യം. അത്തരം സംഭവങ്ങൾ ദിവസേന എത്രമാത്രം നടക്കുന്ന നമ്മുടെ നാട്ടില്. ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് രണ്ടുപേരും. രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഏത് കുടുംബത്തിൽ ജനിച്ചിട്ടെന്ത് കാര്യം? വിദ്യാഭ്യാസമായിട്ട് കാര്യം? പാകാതിരുവില്ല. ഈ പറയുന്ന രണ്ടുപേർക്കും പ്രായപൂർത്തിയായതാണോ? ആണല്ലോ. പിന്നെന്താ പ്രശ്നം? പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും പരസ്പര സമ്മതത്തോടെ കല്യാണം കഴിക്കാമെന്നാണല്ലോ നമ്മുടെ നാട്ടിലെ നിയമം. നിയമം മാത്രമാണോ കാര്യം? ആ ചെറുപ്പക്കാരനെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് മിടുക്കനാക്കിയത് അവന്റെ അച്ഛനമ്മയല്ലേ? ആ പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർ എന്തുമാത്രം പ്രതീക്ഷയോടായിരിക്കും വളർത്തിയത്. ഒടുവിൽ ഏതോ ഒരുത്തനെ കണ്ടപ്പോ അതുവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ മറന്ന് അവന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. അതെന്ത് മര്യാദ? വീട്ടുകാരാലോചിച്ച് അവരുടെ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നല്ലോ, അല്ലേ മോഹനേട്ടാ? മക്കളെ വലിയ പ്രതീക്ഷയോടെ വളർത്തി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അച്ഛനമ്മമാർ മക്കളെ വളർത്തുമ്പോൾ അവർ നന്നായി വളരണം എന്നല്ലാതെ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പ്രതീക്ഷിക്കരുത്. ഖലീൽ ജിബ്രാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മക്കളെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിറച്ചോളൂ, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കരുത് എന്ന്. കാരണം അവർക്ക് അവരുടെ ചിന്തകളുണ്ട് എന്ന്. കുട്ടിയുടെ കല്യാണക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവരല്ലേ മോഹനേട്ടാ? അങ്ങനെ കുട്ടികളെ അവർക്ക് തോന്നുന്ന വഴിക്ക് വിടാനാണെങ്കിൽ പിന്നെ മാതാപിതാക്കൾ എന്തിനാ? കുട്ടികളല്ലല്ലോ മോഹനേട്ടാ, സർക്കാർ പറയുന്നത് പ്രകാരം പ്രായപൂർത്തിയായ ആളുകളാണ് അവര്. അതുകൊണ്ടാണല്ലോ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ മജിസ്ട്രേറ്റ് പറഞ്ഞത്. കുട്ടികൾക്ക് പ്രായപൂർത്തിയായാലും മാതാപിതാക്കൾ മാതാപിതാക്കളല്ലേ? മാതാപിതാക്കളുടെ അത്രയും ലോകപരിചയവും ജീവിതാനുഭവവും കുട്ടികൾക്കില്ലല്ലോ. അപ്പോ കുട്ടികൾ എത്ര പ്രായമായാലും അച്ഛനമ്മമാരെ അനുസരിക്കണം. ഇവിടാണ് കുഴപ്പം. മാതാപിതാക്കൾക്ക് ലോകപരിചയവും ജീവിതാനുഭവവും ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ അവരുടെ അനുഭവങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിലെ അനുഭവങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്തും. ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിയുന്നതിനേക്കാട്ടിലും കൂടുതലായി കുട്ടികൾക്കറിയാം. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ ഇങ്ങനെയും പറഞ്ഞത്: ഒരിക്കലും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങളെപ്പോലെ ആകാൻ പറയരുത്. വേണമെങ്കിൽ നിങ്ങൾ കുട്ടികളെ പോലെ ആയിക്കോളൂ, കാരണം ലോകം മുന്നോട്ടാണ് പോകുന്നത് എന്ന്. നീ കുറെ നേരമായി ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നു. മോഹനേട്ടൻ ഇങ്ങനെ ഓരോരോ മഹാന്മാരെ പറ്റി നാഴിക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ. മഹാത്മാഗാന്ധിയെ പറ്റി പറയാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. മോഹനേട്ടൻ പറയാമെങ്കിൽ എനിക്ക് പറയാം. ചുരുക്കത്തിൽ ഒരാൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്തു വേണേലും ചെയ്യാം. എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. നാട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള എന്തു വേണമെങ്കിലും ചെയ്യാം. മാതാപിതാക്കളെ അനുസരിക്കണ്ട. കുട്ടികൾക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ പറയരുത്. അച്ഛനമ്മമാരുടെ ഇഷ്ടം കൂടാതെ കല്യാണം കഴിക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിനാണ് മോഹനേട്ട കല്യാണം നടക്കേണ്ടത്. കാരണം കല്യാണം കഴിച്ച ആളുടെ കൂടെ ജീവിക്കേണ്ടത് അവരാണ്. ചുരുക്കത്തിൽ കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരുടെ ആവശ്യമേ ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. കുട്ടികൾ ആരെ പ്രേമിക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയ റോൾ ഇല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് നീ എന്തിനാ വീട്ടുകാരാലോചിച്ച കല്യാണത്തിൽ നിന്നു കൊടുത്തത്? എന്റെ അന്നത്തെ അറിവില്ലായ്മ. ആ അറിവില്ലായ്മയുടെ ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്.
നീ ഇപ്പോ ഒളിച്ചോടി പോയ ആ കുട്ടികളെ അനുകൂലിച്ച് സംസാരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാം. അത് പ്രേമത്തെ പറ്റിയുള്ള മതിപ്പ് കൊണ്ടോ ആളുകളുടെ സ്വാതന്ത്ര്യത്തിലുള്ള വിശ്വാസം കൊണ്ടോ അല്ല. പിന്നെ ഇന്നലെ ആ കുട്ടികളുടെ കാര്യത്തിലുണ്ടായ പ്രശ്നം തീർത്തത് കോടതിയിലാണല്ലോ. അപ്പൊ ഉറപ്പായും ഏതോ ഒരു വക്കീലിന് അതിന്റെ പേരിൽ കുറച്ച് കാശ് കിട്ടി കാണും. നിങ്ങൾ വക്കീലന്മാർക്ക് കേസും കാശും കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള അന്യായങ്ങൾ നടന്നല്ലേ പറ്റൂ. മോഹനേട്ടാ, ഈ പറഞ്ഞത് മോഹനേട്ടന്റെ വിവരക്കേട്. ഒന്നാമതായി ഒരന്യായം ഇവിടെ നടന്നിട്ടില്ല. പരസ്പരം ഇഷ്ടമുള്ള രണ്ടാളുകൾ തമ്മിൽ കല്യാണം കഴിച്ചു. അത് അന്യായമേ അല്ല. പിന്നെ പരസ്പരം ഇഷ്ടമുള്ള രണ്ടാളുകൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കോടതിയുടെ സഹായം ആവശ്യമില്ല. കേരള സർക്കാർ നടത്തുന്ന രജിസ്റ്റർ ഓഫീസുകളിൽ ചെന്നാൽ മതി. ഇതിപ്പോ കുട്ടികളുടെ വീട്ടുകാരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സംഭവം കോടതിയിലെത്തുകയല്ലേ. അതിന് പാവം ഞങ്ങൾ വക്കീലന്മാർ എന്തു പിഴച്ചു? മാതാപിതാക്കളുടെ അനുവാദമില്ലാതെയും പ്രേമിച്ചുമൊക്കെ ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം ചീത്ത പറയേണ്ടതേ സർക്കാരിനെയാണ്. ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയത് സർക്കാർ മുൻകൈ എടുത്തിട്ടാണ്. നാട് നീളെ രജിസ്റ്റർ ഓഫീസുകൾ ഉണ്ടാക്കി വെച്ചതും സർക്കാർ തന്നെയാണ്. സത്യത്തിൽ ഈ കേസിലെ പ്രധാന പ്രതി സർക്കാരാണ്. മോഹനേട്ടന് മാസാമാസം ശമ്പളം എണ്ണിത്തരുന്ന അതേ സർക്കാർ. ആദ്യം പോയി സർക്കാരിനെ മര്യാദ പിടിക്കും. ഉത്തമനാണ്. നിന്നല്ലേ വിളിച്ചത്? ഏതെങ്കിലും പോക്കറ്റടി കേസിലെ പ്രതിക്ക് ജാമ്യം എടുക്കാനായിരിക്കും. ചെല്ല്. പോക്കറ്റടി കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പുണ്ടാക്കിയതും കേസ് നടത്താൻ കോടതി ഉണ്ടാക്കിയതും സർക്കാർ തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സകല പ്രശ്നങ്ങൾക്ക് കാരണം ഈ സർക്കാരാണല്ലേ മോഹനേട്ട? മോഹനേട്ട വരുന്നില്ലേ? എനിക്ക് ഓഫീസിൽ പോകുന്ന സമയമായി. നമസ്കാരം വക്കീലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഉത്തമൻ വന്ന കാര്യം പറയും. അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് വക്കീലേ. എനിക്ക് വക്കീലിന്റെ സഹായം വേണം. കാര്യം എന്താന്ന് പറ. ഞാൻ പറയാൻ പോകുന്ന കാര്യം തൽക്കാലം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. പിന്നെ മോനേഷ് സാറോട് അറിഞ്ഞോട്ടെ, പ്രശ്നമില്ല. കാര്യം പറ ഉത്തമ. ടൗണിൽ പെയിന്റിന്റെ ഹോൾസെയിൽ കട നടത്തുന്ന നമ്മുടെ ഏലിയാസിന്റെ വക്കീലിനെ അറിയാലോ? അറിയാം. ഏലിയാസിന്റെ ഇളയനിയൻ വക്കീലല്ലേ? എനിക്കറിയാം. അത് തന്നെ. ഈ ഏലിയാസിന് ഒരു പഴയ ഷെയറുകാരനുണ്ട്, മാണിക്കുഞ്ഞ്. രണ്ടുപേര് തമ്മിൽ പണ്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണ് പങ്കുവെച്ചോടെ തുടങ്ങിയത്. ഒരുപാട് കാശുണ്ടാക്കുകയും ചെയ്തു. എവിടെ വെച്ചാണെന്ന് അറിഞ്ഞൂടാ, രണ്ടുപേര് തമ്മിൽ പ്രശ്നമായി. ആദ്യം ചെറുതായിട്ടൊന്ന് തുടങ്ങി, പിന്നീട് വലിയ വഴക്കായി, കേസായി, പുകിലായി. രണ്ടുപേരെ ഷെയർ കച്ചവടം പിരിഞ്ഞു. മാണിക്കുഞ്ഞ് കുറച്ചപ്പുറത്തോട്ട് മാറി പുതിയൊരു കട തുടങ്ങി. അതോടെ രണ്ട് വീട്ടുകാരും കീരിയും പാമ്പും പോലെ ആയി. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഏലിയാസിനെതിരെ ഏതോ കേസുമായിട്ട് മാണിക്കുഞ്ഞ് ഒരിക്കൽ സദാനന്ദ സാറിനെ കാണാൻ വന്നിരുന്നു. സാറ് പക്ഷെ കേസ് ഏറ്റില്ല. ഇപ്പൊ എന്താണ് പ്രശ്നം? ഈ ഏലിയാസിന് ഒറ്റ മോന ബെന്നി. അവൻ പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ സ്വന്തമായിട്ട് എന്തോ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. ഈ മാണിക്കുഞ്ഞിനാണെങ്കിൽ രണ്ട് മക്കളാ. മൂത്തവന്റെ കല്യാണം കഴിഞ്ഞു, ഇളയത് പെണ്ണ സോഫി. വക്കീലെ, ഈ ബെന്നി സോഫിയും തമ്മിൽ മുടിഞ്ഞ പ്രേമ. കൊള്ളാം. ഒരു സിനിമയ്ക്ക് പറ്റിയ കഥയുണ്ട്. രണ്ടു വലിയ തറവാട്ടുകാർ, പരസ്പരം ബദ്ധശത്രുക്കൾ. രണ്ട് തറവാട്ടിലെയും ഇളയ സന്താനങ്ങൾ തമ്മിൽ പ്രണയത്തിലും. അങ്ങനെ ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് സിനിമയിലല്ലോ വക്കീലെ, ജീവിതമല്ലേ. കാരണവന്മാര് തമ്മിൽ വഴക്ക് തുടങ്ങുന്നതിന് മുമ്പേ കുട്ടികൾ തമ്മിൽ പ്രേമത്തിലാണ്. അപ്പന്മാര് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ കുട്ടികളുടെ പ്രേമം വേണ്ടാന്ന് വെക്കാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. ഇപ്പോഴെന്താണ് പ്രശ്നം? ഇപ്പം ഈ രണ്ട് വീട്ടിലും കൊണ്ടുപിടിച്ച കല്യാണാലോചന നടക്കുക. മാണിക്കുഞ്ഞു പെണ്ണിനെ കെട്ടിക്കാൻ ആലോചന തുടങ്ങിയ നിമിഷം ഏലിയാസും തുടങ്ങി ഈ പരിപാടി. ആദ്യം അവനവന്റെ വീട്ടിലെ കല്യാണം നടക്കണമെന്ന വാശിയിലാണ് രണ്ടുപേരും. എന്നിട്ട് പിള്ളേർക്ക് ഈ കാര്യത്തിൽ ഉറച്ച തീരുമാനമാ, വേറെ കല്യാണം കഴിക്കേയില്ലെന്ന്. ജീവനുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് രണ്ട് വീട്ടുകാർ വാശിയിലും. ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കാനാണ് ബെന്നിയുടെ സോഫിയുടെ തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ അവർ വീട്ടിൽ നിന്ന് ചാടും. അതോടെ പ്രശ്നമാവും, കയ്യാങ്കളിയാവും, അടി ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാണ് ബെന്നി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്കാണെങ്കിൽ ആ ചെറുക്കനെ അമേരിക്ക പോകുന്നതിന് മുമ്പേ അറിയാം. ഈ ഗുത്തമ, ഇങ്ങനൊരു കേസ് തൽക്കാലം ഞാൻ ഏറ്റ ശരിയാവില്ല.
അത് അത് വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? വേറൊന്നും കൊണ്ടല്ല, ബെന്നിയുടെ സോഫിയുടെയും കല്യാണം നടത്താൻ ഞാൻ മുൻകൈ എടുത്താൽ ആ കല്യാണം നടന്നതിന്റെ പിറ്റേ ദിവസം എന്റെ ഡൈവോഴ്സ് നടക്കും. ഇവിടെ ഒരു പ്രേമവിരോധിയായ മഹാനുള്ള കാര്യം ഉത്തമൻ അറിയാലോ. ഇനി ഞാനായിട്ട് ഇങ്ങനെ ഒരു സഹായം ബെന്നിക്കും സോഫിക്കും ചെയ്താൽ ആ പ്രേമവിരോധി സഹിക്കോ? ഒരു പരിചയവും ഇല്ലാത്ത ഏതോ ചെക്കനും പെണ്ണും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച വാർത്ത പത്രത്തിൽ വായിച്ചപ്പോഴേ കലി ഇളകിയിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ. എന്തായാലും ഇത്തരം ഏടാകൂടങ്ങൾക്ക് ഞാനില്ല. അങ്ങനെ പറയരുത്. നല്ല വിശ്വാസവും പരിചയവും ഉള്ള വക്കീലിന്റെ അടുത്തേ പോകാവൂ എന്ന് ബെന്നി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അതെ, വേറെ ഏതെങ്കിലും വക്കീലിനെ കണ്ട ഏലിയാസ് ആ നിമിഷം വിവരം അറിയും, പിള്ളേരുടെ പരിപാടിയും പൊളിയും. എന്തായാലും ഞാനില്ല ഉത്തമ ഈ കേസിന്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, വക്കീലിന് വിശ്വാസമുള്ള വേറെ ഏതെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കി താ. സഹായിച്ചേ പറ്റൂ വക്കീലെ. ഒരു കാര്യമുണ്ട്, മാണിക്കുഞ്ഞിന്റെ മോള് പെങ്കൊച്ച് അവള് പറഞ്ഞത് ബെന്നിയോടൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് കെട്ടിത്തൂങ്ങി ചാവുന്ന. എന്തെങ്കിലും ചെയ്യണം വക്കീലെ, ഇല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കും, അത് ഉറപ്പാണ്. ഞാന് വിദ്യാലക്ഷ്മിയോടൊന്ന് സംസാരിക്കട്ടെ. ഉത്തമൻ പൊയ്ക്കോളൂ. ഉത്തമൻ ഈ കാര്യത്തിനാണ് ഇവിടെ വന്നേന്ന് ദൈവത്തെ ഓർത്ത് മോഹനേട്ടൻ അറിയാം. ഞാൻ മിണ്ടൂല. എന്നാ പിന്നെ ശരി. എന്തായാലും ഞാനായിട്ട് ഇത് വാദിച്ചാൽ ശരിയാവില്ല. വിദ്യാലക്ഷ്മി തന്നെ ശരണം. രൂപ മറക്കാതെ മേടിക്കണം. ഹലോ വിദ്യാലക്ഷ്മി, ഞാനാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഉത്തമനെ നിനക്ക് അറിഞ്ഞൂടെ? അയാൾ കൊണ്ടുവന്ന കേസാ. ടൗണിൽ പെയിന്റിന്റെ കടയുള്ള ആ ഏലിയാസിലെ അയാളുടെ മോനും ഏലിയാസിന്റെ പഴയ ഷെയറുകാരൻ മാണിക്കുഞ്ഞിന്റെ മോളും തമ്മില് ഭയങ്കര പ്രേമത്തിലാ. നീ ആ കേസൊന്ന് നോക്കണം. പ്രണയം മനസ്സിൽ തോന്നിയ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എതിർത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഈ കാര്യം മോഹനടനെങ്ങാനും അറിഞ്ഞ എന്റെ പൊടി പോലും പിന്നെ കാണില്ല. അതുകൊണ്ടാ ഞാൻ രഹസ്യമായിട്ട് ഇപ്പൊ വിളിച്ചേ. ശരിയപ്പോ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് എന്നെ ഒന്ന് വിളിക്കണം. എന്താ വേണ്ടെന്ന് ഞാനപ്പോ പറയാം. ഇവിടെ വരാൻ. നീ ആരോടാ സംസാരിച്ചത്? വിദ്യാലക്ഷ്മിയോട്. വിദ്യാലക്ഷ്മിയോട് സംസാരിക്കുന്ന രഹസ്യം എന്താ? ഒരു കേസിന്റെ കാര്യം. ഏത് കേസിന്റെ? ഞാൻ ഒരു ദിവസം എത്ര കേസുകളാ വാദിക്കുന്നത്, അതിലൊരു കേസ്. എന്താ മോഹനേട്ടന്റെ മുഖത്തൊരു സംശയം? കാപ്പി കുടിച്ചില്ല. എനിക്ക് കാപ്പി വേണ്ട. ഞാൻ കൃഷ്ണൻകുടിയുടെ ചായ കിടന്ന് കാപ്പി കുടിച്ചോളാം.
കറുപ്പ് ചവറുള്ള വീട്ടിടോ. എന്റെ പ്രിയപ്പെട്ടവളെ, നിന്നെ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നാണ് നീ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അടുത്തേക്ക് ഓടി വരുന്നത്? ആ ഫോൺ വിളിച്ചത് എന്ന് നിന്റെ മാത്രമായ ഞാൻ. ഓഹോ, എന്താ ഇതെന്താ? എന്റെ പ്രിയപ്പെട്ടവളെ, നിന്നെ ഞാൻ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവില്ല. എന്നാണ് നീ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നത് എന്ന് നിന്റെ മാത്രമായി ഞാൻ. ഇത് കൊള്ളാം. ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അതിങ്ങ് പറഞ്ഞ പോരായിരുന്നു മോഹനേട്ടാ. എന്തിനെങ്ങനെ എഴുതിക്കൊണ്ട് വന്നേ? ഞാനല്ല, പിന്നെ ആരാ? അതാണ് എനിക്ക് അറിയേണ്ടത്. ആരാവൻ? ഇത് എഴുതിയവൻ ആരാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ് മോഹനേട്ടാ? വേണ്ട, നീ അറിയാതെ ഈ വീടിന്റെ ഗേറ്റ് കടന്ന് ഇതുപോലൊരു എഴുത്ത് ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ അത് നിന്റെ സമ്മതത്തോട് തന്നെയാ. ആരാവൻ? മോഹനേട്ടാ, രാവിലെ പത്രം വായിച്ചപ്പോ തുടങ്ങിയ സൂക്കനാണല്ലോ ഇത്. മോഹനേട്ടന് വഴക്കുണ്ടാക്കാനാണെങ്കിൽ വേറെ കൊള്ളാവുന്ന കാര്യം അന്വേഷിക്ക്. ഇമാതിരി എഴുത്തെഴുതിക്കൊണ്ട് വന്ന് എന്നെ മെനക്കെടുത്താ നിൽക്കില്ലേ? ഞാൻ എഴുതി എഴുത്തോ? അതുകൊള്ളാലോ. ഇപ്പൊ വാദി വൃത്തിയായോ? ശരിയാക്കി തരാം ഞാൻ. സമയമായി പോയല്ലോ. ഇതവനല്ലേ? ഓഹോ, അടുത്ത എഴുത്തെഴുതുകയാണ്. അത് നമ്മുടെ ഗോവിന്ദ കുട്ടിയല്ലേ? എന്തൊക്കെ ചെയ്താലും നീ രക്ഷപ്പെടില്ല. എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വക്കീൽ അന്വേഷിച്ചോ? അവനെ തട്ടും. വക്കീൽ അന്വേഷിക്കുമ്പോ നല്ല വക്കീൽ അന്വേഷിക്കണം. പാപ വേണ്ട. ചോദിക്കട്ടെ അങ്ങോട്ടോ. നിന്റെ പ്രേമം ഞാൻ തീർത്തരാടാ. വണ്ടി പോണ്. നിൽക്കാനാ പറഞ്ഞത്. എന്നെ ഓടിക്കരുത് നീ. എന്റെ ഭാര്യക്ക് നീ പ്രേമനം എഴുതുമല്ലേ? എഴുതിയാ എന്നെ പല്ലടിച്ച താഴിടും. എനിക്ക് വേടാ. ആഹാ, നീ എന്റെ ഭാര്യക്ക് പ്രണയലേഖനം എഴുതുമല്ലേ? എഴുതിയാ നീ എന്ത് ചെയ്യും? അറിയില്ല. അടിച്ചോ നീ? നിന്നെ എന്റെ കൊട അടി നിന്നെ എന്നെ ചോര ചേർക്കരുത്. നിന്നെ കൊല്ലും ഞാൻ.
എന്റെ വീട്ടിൽ സമാധാനമായിട്ട് കഴിഞ്ഞ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയ്ക്ക് പ്രണയലേഖനം നീ കൊടുക്കുമോടാ? പിന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ അത് കിഴക്കപ്പുറത്തെ ഗോവിന്ദൻകുട്ടിയാ. അതുകൊണ്ടല്ല അവന് തലയ്ക്ക് ഭ്രാന്താണ്. പണ്ട് ഇതെല്ലാം കുരുങ്ങിയ പണ്ട് അവൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് നടന്നു. അവളാണെങ്കിൽ വേറൊരു തന്നെ കല്യാണം കഴിച്ചു പോയി. എന്റെ പൊന്നെ ഇതെങ്ങനെ ഊരിയെടുക്കും ഞാൻ? അതോടെ അവന്റെ മാനസിക നില തെറ്റി. അങ്ങോട്ട് അങ്ങോട്ട് അന്ന് മുതൽ അവൻ ഇങ്ങനെയാണ് പെരുമാറ്റുന്നു. തലയ്ക്ക് ഭ്രാന്താണ് അവന്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട്. അവന്റെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ പഴയ കാമുകിയുടെ വീടാണെന്ന് കരുതി സകല വീട്ടിന്റെ മുമ്പിൽ ചെന്നിട്ട് പ്രേമലേഖനോ എഴുതിയിട്ടിട്ട് അങ്ങ് പോവും. അവന് സാറോട്ടെന്തൊന്നും പ്രശ്നം? അവൻ സാറിന്റെ വീട്ടിൽ എഴുത്തെഴുതിയിട്ടാ? എനിക്ക് തോന്നി എന്റെ സാറേ പ്രാന്തന്മാരങ്ങനെ പലതും ചെയ്തിട്ട് പോവും. അതിന്റെയൊക്കെ പുറകെ ഓടേണ്ട വല്ല കാര്യമുണ്ടാ? എന്റെ പൊന്നെ, ഇനിയിപ്പം ഈ കോലത്തിൽ എന്തായിരുന്നാലും ആഫീസിൽ പോകാൻ പറ്റൂല. വണ്ടിക്കാര് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. സാറ് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പോയെന്ന് വീണ്ടും അവനെ തപ്പി നിൽക്കണം. എത്ര കിട്ടിയാലെന്ത്? ഇയാള് പഠിക്കൊന്നുമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വക്കീലിന്റെ വായിരിക്കുന്നവ കേട്ടാലേ ഇയാൾക്ക് തികയൂ. കഷ്ടം. ഭാര്യയുടെ രഹസ്യ കാമുകനെ പിടിക്കാൻ ഇറങ്ങി തിരിച്ച് ഏതോ പ്രാന്തനെ തല്ലുകൊണ്ടു വന്നിരിക്കുന്നു. മോഹനത് എന്തിന്റെ കുഴപ്പമായിരുന്നു? അതിനെ അവൻ എഴുത്തോടെ കൊണ്ടിരുന്ന് ഞാൻ കണ്ടതാ. അത് കണ്ടായിരിക്കണായിരുന്നോ? ശരി, ഒരാൾ എഴുത്തു കൊണ്ടുവന്നിട്ടതിന്റെ പേരിൽ ഉടനെ എന്നെ സംശയിച്ചെന്തിനാണ്? നീ ഫോണിൽ ആരോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടാണല്ലോ. മോഹനിട്ട് അറിഞ്ഞ എന്നെ കൊല്ലും. അതുകൊണ്ട് നീ രഹസ്യമായിട്ട് വിളിച്ചെന്ന് ഫോണിൽ പറഞ്ഞല്ലോ. ഓ, ഞാൻ സംസാരിച്ച് വിദ്യാലക്ഷ്മിയോടാണെന്ന് പറഞ്ഞ സത്യമാണ് മോഹനട്ടാ. ടൗണിൽ കട നടത്തുന്ന ഏലിയാസിന്റെയും മാണിക്കുഞ്ഞിന്റെയും മക്കള് തമ്മിൽ പ്രേമമാണെന്നും അവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്നും ഉത്തമം വന്ന് പറഞ്ഞപ്പോ ഞാനത് ഏറ്റുപോയി. പക്ഷെ കേസ് ഞാൻ നടത്തിയ മോഹനടൻ എന്നെ കൊല്ലൂന്ന് അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ വിദ്യാലക്ഷ്മി ഏൽപ്പിക്കുകയായിരുന്നു. അത് മാത്രമല്ല, രാവിലെ തർക്കിച്ചപ്പോ നീ പറഞ്ഞില്ലേ വീട്ടുകാർ ആലോചിച്ച് നടത്തിയ കല്യാണത്തിന് നീ സമ്മതിച്ചത് നിന്റെ വിവരക്കേടുണ്ടാണെന്ന്. എന്താ അതിനർത്ഥം? അതിനൊരർത്ഥവും ഇല്ല. കാരണം മോഹനേട്ടനെ ശുണ്ടി പിടിപ്പിക്കാനായി ഞാൻ പറഞ്ഞതാണത്. മോഹനേട്ടാ, എന്റെ അച്ഛനും അമ്മയും ചേർന്ന് ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ ആലോചിച്ചാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കൂ? നിങ്ങളുടെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമാണ് പ്രധാനമെന്ന് ഞാൻ തീർത്തു പറയും. അത് മാതാപിതാക്കളുടെ അനുസരണക്കേടാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ എന്റെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ചുകൊണ്ടുവന്ന ചെക്കൻ പരമയോഗ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നല്ലേ, ഈ വില്ലേജ് ഓഫീസർ ഭർത്താവായിട്ടുള്ളപ്പോൾ വേറെ ഏതെങ്കിലും വായി നോക്കി എനിക്ക് എഴുത്തെഴുതിയാൽ അവൻ അന്ത്യമല്ലേ? ഇതുപോലെ ഒരാളെ ഈ ഭൂമിയിൽ വേറെ കിട്ടുമോ? വേദനയുണ്ടോ? വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. എന്ത് പറയാനാ? എടുത്തുചാട്ടം കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ ആദ്യമായിട്ടോ രണ്ടാമതായിട്ടോ സംഭവിക്കുന്നതല്ല മോഹനകൃഷ്ണന്റെ ജീവിതത്തിൽ. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഈ വില്ലേജ് ഓഫീസർക്ക് ഇനിയും എത്ര കിട്ടാനിരിക്കുന്നു? ഈ ഭർത്താവിനെ സഹിക്കുന്ന സത്യഭാമയെ സമ്മതിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.